ഹേ ഗായ്സ്, ദിസ് ഇസ് മൻസാമി മാഡം മനുനാരായണൻ. അപ്പോൾ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ ആന വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ബുള്ളും എടുത്തിട്ട് ഒരു തണ്ണിമാത്രയും വാങ്ങി രാവിലെ തന്നെ അമ്പലത്തേക്ക് പോയിട്ടാണ്. അപ്പോൾ ആനയെ അവിടെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനും കൂടെ കുളിപ്പിക്കാൻ വേണ്ടി കൂടി. ഇതാണ് ആനയുടെ പാപ്പാമാർ, രതീഷേട്ടനും അനീഷേട്ടനും. അപ്പോൾ ഈ ആന വരണത് പാലക്കാട് നിന്നാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിലെത്തി. അങ്ങനെ കുളിപ്പിച്ചൊക്കെ നിന്നു. അപ്പോൾ ആന എങ്ങനെ കുളിക്കാൻ വേണ്ടി കെടുക്കണേന്ന് നമുക്ക് കാണാം. ഇങ്ങനെയാണ് കിടക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിടക്കണത് കാണുന്നത്. അപ്പോൾ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പുല്ല് ഞാൻ അടുത്ത് കൊടുത്തു. അപ്പോൾ ഈ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായി. കാരണം ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിൽക്കണതും ആനയെ തൊടണതും. ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആനയെ തൊടണം അല്ലെങ്കിൽ അടുത്ത് നിൽക്കണം എന്നുള്ളത്. ഇപ്പോഴാണ് ആ ഒരു ആഗ്രഹം സാധിച്ചത്. അങ്ങനെ ആനയെക്കുറിച്ചിട്ട് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ രതീഷേട്ടൻ. ആന എങ്ങനെയൊക്കെയാണ്, ആനയുടെ ബിഹേവിയർ, പിന്നെ ആനയും രതീഷേട്ടനും തമ്മിലുള്ള കണക്ഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് രതീഷേട്ടൻ ആനയെക്കുറിച്ചിട്ട് പറഞ്ഞു തന്നു. രതീഷേട്ടൻ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ അങ്ങനെ ഞാനും ഇഷ്ടംപോലെ റീൽസും വീഡിയോസൊക്കെ എടുത്തു. കുറേ പ്രാവശ്യം തൊട്ടുട്ടാ. കാരണം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഉണ്ടായി. കാരണം ടോട്ടലി ഞാൻ ആനയെ വാച്ചിങ് ആയിരുന്നു. പിറ്റേ ദിവസം ഞാൻ കുടൽമണിക്കും പോയപ്പോൾ ആനയെ രതീഷേട്ടനും വീണ്ടും കണ്ടു. ഞാനും ഹാപ്പി, ഐ എം ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ്.